ഉയർന്നു നിൽക്കുന്നത്. മോദസ്ഥനായിരുന്നു വസിപ്പൂ മല പോലെ വാഹന ജവിക്കൊണ്ട് വടപ്പോലുകൾ കൊണ്ട് മോദസ്ഥനായിരിക്കുന്ന വാദപ്രതിവാദത്തിനപ്പുറം ജീവിതം നയിക്കുന്ന ഗുരുവിനെ കാണുന്നത് പാപ്പനാഥൻ ഗുരുദേവന്റെ അടുത്ത് വന്നു വാദപ്രതിവാദത്തിന് വേണ്ടി. ഗുരുദേവനുമായിട്ട് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, സ്വാമിയുടെ ഒരു ജാതി ഒരുമത് ഒരു ദൈവം മനുഷ്യനുള്ളത് തുടങ്ങിയ സന്ദേശമൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ വിഗ്രഹാരാധന സംബന്ധിച്ച കാര്യത്തിൽ ഞാൻ സ്വാമിയുടെ പക്ഷക്കാരനല്ല. വിഗ്രഹാരാധന സംബന്ധിച്ച കാര്യത്തിൽ ഞാൻ സ്വാമിയുടെ പക്ഷക്കാരനല്ല. വലിയ കാര്യങ്ങൾ കാണാൻ സാധിക്കുമോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഉണ്ണിക്കണ്ണന്റെ നാടായ രാജ്യം പറയുന്നത് ചെറിയ മനസ്സ് വെച്ചുകൊണ്ട് ചെറിയ കണ്ണുകൾ വെച്ചുകൊണ്ട് വലിയ കാര്യങ്ങളെ വിലയിരുത്തുന്ന കുഞ്ഞിക്കണ്ണന്മാർ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ ഈ കുഞ്ഞിക്കണ്ണന്മാരുടെ ശിവഗിരിയില ഓടി വരുന്നു എന്ന് പറഞ്ഞ് ഉള്ള വ്യാഖ്യാനങ്ങൾ. അർപ്പിച്ചതിന് ശേഷമേ വേദിയിൽ എത്തിച്ചേരുകയുള്ളൂ. നമ്മളുടെ മുഖ്യ അതിഥി മഹാസമാധിയിലും ശാരദാമഠത്തിലും ദർശനം ചെയ്തതിന് ശേഷമേ നമ്മുടെ വേദിയിലെത്തുകയുള്ളൂ. അതുവരെ ഭക്തജനങ്ങൾ എല്ലാവരും 10-15 മിനിറ്റ് ശാന്തമായിരിക്കണമെന്ന് അറിയിക്കുക. ലോകത്തിന് സംഭാവന ചെയ്തു ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്. ഗുരു ദേശകാലോചിതം കർമ്മധർമ്മമിത്യഭിധീയത എന്നുള്ള ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശത്തിനും കാലത്തിനും അനുസൃതമായി, ശാസ്ത്രയുഗത്തിന് സയൻസിൻ്റെ യുഗത്തിന് അനുസൃതമായി ഒരു മഹത്തായ ദർശനമാണ് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഗുരുവിൻ്റെ വിശ്വദർശനം നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനമായി, ജീവിതത്തിൻ്റെ മാർഗരേഖയായി, ജീവിതത്തിൻ്റെ വെളിച്ചമാക്കി മാറ്റുവാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ശിവഗിരി നിങ്ങൾ എത്തുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദീപ്തമായ ദിവ്യമായ ചൈതന്യമാണ് നിങ്ങളുടെ അന്തരാത്മാവിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചിട്ട് ഇപ്പോൾ 85 വർഷമായി. പക്ഷെ ഗുരുദേവന്റെ അധ്യാത്മ ചൈതന്യം ബ്രഹ്മചൈതന്യമായി ശിവഗിരിയിൽ മാത്രമല്ല ലോകമെമ്പാടും നിറഞ്ഞ് നിലകൊള്ളുകയാണ്. ഗുരുദേവൻ എഴുതി തന്ന പ്രാർത്ഥനയുണ്ട്, ഗദ്യപ്രാർത്ഥന. ആ ഗദ്യപ്രാർത്ഥനയിലൂടെ ഗുരു അരുളി ചെയ്തു, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഗുരുദേവൻ അരുളി ചെയ്യുകയാണ്, നാം ശരീരമല്ല. ഈ കാണപ്പെടുന്ന ഈ ഫോട്ടോയിൽ, ഈ പ്രതിമയിൽ കാണുന്ന ഈ രൂപമല്ല ഗുരുവിൻ്റെ. ഗുരു അരുളി ചെയ്യുകയാണ്, നാം ശരീരമല്ല അറിവാകുന്നു, ഈശ്വരനാകും. ശ്രീനാരായണ ഗുരു ഈശ്വരനാണ് എന്നുള്ള ചോദ്യത്തിന് ഗുരു തന്നെ ഗദ്യപ്രാർത്ഥനയിലൂടെ നൽകുന്ന സന്ദേശമാണ്, നിർദ്ദേശമാണ്, വെളിപ്പെടുത്തലാണ്. ഗുരു ശരീരമല്ല അറിവാണ്, ഈശ്വരനാണ്. ഇപ്പോൾ ഗുരു ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്. ഗുരു ജനിച്ചിട്ട് 189 വർഷമല്ലേ ആയുള്ളൂ. ഇപ്പോൾ ഗുരുവിന് മുമ്പ് ദൈവമില്ലേ? ആ ചോദ്യത്തിന് ഗുരു നൽകുന്ന ഉത്തരമാണ്, ശരീരം ഉണ്ടാകുന്നതിന് മുൻപ് ചെമ്പഴന്തിയിൽ മാടനാശാനും കുട്ടിയമ്മയ്ക്കും മകനായി ഈ ശരീരം എടുക്കുന്നതിന് മുൻപ് അറിവായി ഈശ്വരനായി നാം ഉണ്ടായിരുന്നു. അതെ, ഗുരുദേവൻ 189 വർഷത്തിന് മുൻപുണ്ടായിരുന്നു.
അറിവായി, ഈശ്വരനായി, പരബ്രഹ്മ സത്തയായി. 159 വർഷത്തിൽ ഗുരുദേവൻ അവതരിച്ചു. 73 വയസ്സുവരെ ശരീരത്തോടു കൂടിയിരുന്നു. ഗുരുദേവൻ അരുളി ചെയ്യുന്നു. ഗുരുദേവൻ, നമ്മൾ പല ആളുകളും പറയും ഗുരു മഹാസമാധിയായി പോയില്ലേ. എന്നോട് തന്നെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഗുരു സമാധിയായി പോയി, അതുകൊണ്ട് നമുക്കിനി വേറൊരു ഗുരു വേണ്ടേ. ഗുരു തന്നെ അതിന് ഉത്തരം നൽകുകയാണ്. ഈ ശരീരം ഇല്ലാതായി കഴിഞ്ഞാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഗുരുദേവന്റെ ശരീരം ഇല്ലാതായി. ഗുരുദേവന്റെ ശരീരം പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിച്ചു. ശരീരം ഇല്ലാതായി കഴിഞ്ഞാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജീവിച്ചിരുന്നപ്പോൾ ഗുരുദേവൻ ശിവഗിരിയിൽ, ചെമ്പഴന്തിൽ, അരുവിപ്പുറ, താലുവായിൽ, മദ്രാസിൽ, സിലോണിൽ, ബാംഗ്ലൂരിൽ. മഹാസമാധി പ്രാപിച്ചപ്പോൾ അകവും പുറവും ഒഴിഞ്ഞൻ ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു. അകമെന്നോ പുറമെന്നോ വ്യത്യാസമില്ലാതെ സാക്ഷാൽ ഭഗവാനായി ഗുരുദേവൻ എല്ലായിടത്തും നിറഞ്ഞു കവിഞ്ഞ് പ്രകാശിക്കുന്നു. മരണം, ജനനം, മരണം, ദാരിദ്ര്യം, രോഗം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ജനന മരണങ്ങൾക്കപ്പുറത്തുള്ള പരബ്രഹ്മ സത്തയായി എല്ലായിടത്തും ഗുരുദേവൻ നിറഞ്ഞു കവിഞ്ഞ് പ്രകാശിക്കുന്നു. ഇതാ ഈ വേദിയിൽ കേരള കൗമുദിയുടെ ഇന്നത്തെ അതിൻ്റെ ചീഫ് എഡിറ്ററായിരിക്കുന്ന ശ്രീ MS രവി ഇരിപ്പുണ്ട്. കേരള കൗമുദി മുൻപ് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ആ എഡിറ്റോറിയൽ അവർ സൂചിപ്പിച്ചിട്ടുള്ളത് ശിവഗിരിയിൽ മഞ്ഞവസ്ത്രം ധരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നത് ശിവഗിരിയിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ, സാമൂഹ്യ വിപ്ലവകാരിയുടെ ശവകുടീരം കാണാനല്ല, മറിച്ച് ബ്രഹ്മസത്യത്തെ സാക്ഷാത്കരിച്ച് ബ്രഹ്മസ്വരൂപനായി പ്രകാശിച്ച ഒരു അധ്യാത്മഗുരുവിൻ്റെ അനുഗ്രഹം തേടുവാൻ വേണ്ടിയാണ് ശിവഗിരിയിൽ തീർത്ഥാടകരായി ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത് എന്ന് കേരള കൗമുദി പത്രം എഡിറ്റോറിയൽ എഴുതി. അത് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മദർശനമാണെന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അറിയാത്ത the goddess of wisdom, constituted by Jagat Guru Sri Narayana Gurudev, and the concluding ceremony of the Golden Jubilee celebrations of Dharma Mimamsa Parishad are beginning today. Apart from the rituals of other temples, the Sri Sharada Pratishta Mahotsavam is celebrated by forming Dharma Mimamsa Parishad for imparting better knowledge. These Parishad meetings under the auspices of Guru Dharma Pracharana Sabha were continuing in various parts of the country and outside for the last 1 year. The formal inauguration of the concluding ceremony of these Parishad is being performed by the Honorable Chief Minister of Gujarat, Sri Narendra Modi. Premises Swami Prakasananda, the spiritual leader of the devotees of Sri Narayana Guru all over the world, is presiding over the meeting. Brahmasri Rudambarananda Swamigal, General Secretary of Sri Narayana Dharma Sabha Trust, is delivering the welcome speech. Srimad Parananda Swamigal, Treasurer, Sri Narayana Dharma Sabha Trust, Srimad Sudhananda Swamigal, Srimad Visuddhananda Swamigal, Srimad Sachidananda Swamigal, Srimad Vishalananda Swamigal are showering their blessings in the meeting. Sri V. Muralidharan, State President BJP, is felicitating the meeting. Srimad Swami Guru Prasad, the International Secretary of Guru Dharma Pracharana Sabha, is tendering the vote of thanks. Sri Narendra Modi is inaugurating the mobile bookstore of the Shivagiri
at the lotus feet of Gurudev. Let us start the concluding session of the Golden Jubilee meeting of the Parishad and inauguration of 51st Parishad meeting with invoke the famous Stotram of Gurudev, the universal prayer, Deva Dashagam, which received the acknowledgement of Mapapa at Vatican. I call upon Kumari Aparna Raj to recite it. All of you are requested to raise for the prayer. Of Sri Narayana Dharma Sangam Trust to address the esteemed guests and gathering and welcome. Brahmanandam Paramasukadam Kevalam Jnanamurtim Dendvadidam Gagana Sadrisham Dartumasyavilaksham Yegam Nityam Vimalamajalam Sarvadhi Sakshibhudam Bhavadidam Trigunarihidam Sadgurum Tam Namami. Respected Chair Brahmashri Prakashananda Swamigal, the President of Sri Narayana Dharma Sangam Trust, Honorable Chief Minister of Gujarat, Sri Narendra Modi ji,
Sambhujya Sannyasin Swami Parananda, Swami Purananda, Sudhananda, Swami Vishuddhananda, Swami Sachidananda, Swami Vishalananda, Swami Guruprasad, and other sannyasins in the dais, Sri V. Muralidharan, other dignitaries, ladies and gentlemen. I am entrusted with the task of tendering welcome to our honorable guests and dignitaries who are present here to participate in this great function of celebrating the 101 anniversary of Sri Sharada Pratishtha and the concluding ceremony of celebrations of the Sri Narayana Dharma Mimamsa Parishad and inauguration of the 51st Dharma Mimamsa Parishad. The millions of devotees of Sri Narayan Guru all over the world are well aware of the Dharma Mimamsa Parishad, which are conducting every year at Shivagiri Mutt. The aim of Parishad is to bring a sense of awareness among the people about the importance and the influence of the various literary works and teachings of Sri Narayan Gurudev. Its cultural, educational, social and scientific impacts in the day-to-day life. Sri Narayan Guru consecrated Sri Sharada, the goddess of wisdom, in Shivagiri Mutt 101 years ago for awakening the people from darkness to the limelight of education. The Parishad will also discuss the epoch-making event of Ariyapuram Pratishtha done by Sri Narayan Gurudev 125 years ago and its impacts in Kerala society. The 125th anniversary, namely Ariyapuram Sadottara Rajata Jubilee, is also discussing here. So also the challenges being faced by the nation as well as the state, such as liquor consumption, sexual harassment, ideological deterioration, etc., are also discussing in the meeting. Today is one of the memorable days in the history of Shivagiri Mutt, as we are gifted with the presence of one of the prominent leaders of independent India, Sri Narendra Modi ji, the Honorable Chief Minister of Gujarat, the most prosperous and progressive states in India. Modi ji, the beloved son of Gujarat, was born at Vadnagar, a small town in North Gujarat. Lived in a culture having values like generosity, benevolence and social service. He came into politics as a student leader through the ABVP and played various roles in socio-political movements in Gujarat. After completing his post-graduation in political science, he started working with the RSS, which helped him to attain the spirit of selflessness, social responsibility, dedication and nationalism. He joined the BJP in 1987 and entered mainstream politics. Through his might, fight and ability, he became the national secretary of the party and assigned the charge of 5 major states in India. Narendra Modi is now recognized as a master strategist in Indian politics and had successfully plowed necessary groundwork for making BJP the ruling party of the state of Gujarat from 1991 onwards. Sri Modi ji was appointed as the National Secretary of the BJP and promoted as one of its General Secretaries. Now Modi ji has continuously completed 11 years as the Chief Minister of Gujarat and become the longest serving Chief Minister of the state. His motto is
Sabke Saath, Sabke Vikas, development for all with the participation of all. It is a great achievement of Gujarat. He dedicated the development of Gujarat to the women power of the state. He declared that behind the development of Gujarat, it is the power of the Nari Shakti for the emergence of women power. In the state, he declared 3 projects, namely Chiranjeevi Yojana, Nari Gaurav Nidhi, and Mission Mangalam. All of them have paved landmark achievements in the development of women. Modi ji also claimed a huge success in the field of primary education and especially for girl child. For the upliftment of youngsters, he declared 2 enrollment drives called Kanya Kalavani and Shala Praveshanotsav, which help the young people to find out a future for themselves and their families. All these schemes engineered and speedy rehabilitation and reconstruction of the state, and now Gujarat has become a role model across the country and even to the world. The India Today State of the States Award was backed by Gujarat twice for the consecutive 2 years, for which we have to thank the dynamic and pro-people leadership of Narendra Modi ji. His plans and schemes have transformed the state as an engine of industrial and financial developments. Now the government of UK has made a major announcement regarding their active engagement and strengthening ties with Gujarat, which is a significant announcement from UK, as the Chief Minister is already extremely popular among the British Gujarati communities. Due to time constraints, I am not proposing to go deeper into his achievements. On behalf of the Sri Narayana Dharma Sangam Trust and millions of devotees of the Sri Narayan Gurudev, I warmly welcome India's most popular development leader, Sri Narendra Modi ji, to this August function. I also take this opportunity to present our humble request about Shivagiri and Sri Narayan Gurudev before the Honorable Chief Minister for his active consideration and approval. Even though several educational institutions are functioning under the Sri Narayana Dharma Sangam Trust in various parts of the state of Kerala and Tamil Nadu, there is no facilities available in Kerala for the better coordination of the functions and activities of the above institutions, and also to conduct research and developmental works for imparting deep studies on the literary works of Sri Narayan Gurudev. There is no scope for establishing such an institute in Kerala due to various reasons in the near future. I therefore humbly request the Honorable Chief Minister either to establish a university in Gujarat in the name of Sri Narayan Gurudev, or to rename one of the existing universities as Sri Narayan Gurudev University with facilities for conducting research and developmental activities about the darshan and the messages of Narayan Gurudev, and to coordinate the educational institutions. Another humble request to the Honorable Chief Minister is that some suitable land in Gujarat may be allotted in favor of Shivagiri Mutt to construct an ashram and to establish a cultural center for propagating and disseminating the lofty messages of Jagat Guru Sri Narayan Gurudev.
I also express my hearty welcome to our Honorable President Brahmashri Prakashananda Swamiji, the President of Sri Narayana Dharma Sangham Trust. And Swami Padananda, the Honorable Treasurer of SNDS. Mats Vaidika Acharya Swami Sudhananda. The former General Secretary Swami Vishuddhananda. Puja Trust Member Swami Sachidananda. The former Treasurer Puja Swami Visalananda. And I also invite and a warm welcome to the Chairman of Kerala Kaumudi, a leading newspaper in Malayalam. Puja Swami Guru Prasad, Secretary Guru Dharma Prajarana Sabha. And Swami Saradananda ji and Shivaswarupananda ji. And I also extend my hearty welcome to Sri V. Muralidharan, the State President of BJP. All other Sambhujya Swamijis, other dignitaries, media persons, visual media persons, and the huge crowd gathered here to make the Parishad Golden Jubilee celebrations concluding session a grand success. Thank you. Thank you, Swami, for your kind words. Next, today's chairman of the meeting, Swami got Diksha from Swami Shankarananda, who was the direct disciple of Sri Narayana Gurudev, the sannyasi who travelled all over Nepal and Himalayas in quest of truth and reality as an Avadhuta, a saint who committed Mauna Vrata for 9 long years, a sannyasi who dedicated his lifespan in spreading the universal teachings of Gurudev and in serving humanity. I request Brahmashri Prakashananda Swamigal, the President of Sri Narayana Dharma Sangham, for the presidential address. സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുദേവന്റെ പേരിൽ ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടായി ഈ മീറ്റിംഗ് തീരുന്നവരെ ഇനിയെങ്കിലും ഈ നാട്ടിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഈ അലച്ചിൽ ശബ്ദം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ബോധം ഈ വിദേശികൾക്ക് ഉണ്ടാക്കി കൊടുക്കാതെ ഈ മീറ്റിംഗ് ഭംഗി നടക്കുന്നതിന് വേണ്ടി ഗുരുവിൻ്റെ പേരിൽ കർക്കരക്കാരുടെ പേരിൽ എല്ലാവരും ശാന്തമായിരുന്ന് പ്രസംഗങ്ങളും എല്ലാം കേട്ട് ഈ മീറ്റിംഗ് ഭംഗി നടത്തുന്നതിന് നിങ്ങളുടെ എല്ലാം
നല്ല സ്വഭാവം അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും സ്നേഹവും ഉണ്ടാകട്ടെ എന്ന് ഗുരുദേവൻ്റെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. Thank you, Swamiji, for your blessings. Now, what we have been expecting, the time has come. A non-workaholic, crowd pillar as a speaker. His leadership was described as being strong and business-like, one that could guide India towards honesty and efficiency. An ardent follower of ideologies of Swami Vivekananda, idol of inspiration to youth. One of the few politicians who have never faced allegations of corruptions. It is our privilege and honor to have such an esteemed and great personality in our midst. We welcome the roaring lion from the land of lions to God's own country. I humbly request Honorable Chief Minister of Gujarat, the most respected leader, Mr. Narendra Modi, to inaugurate the concluding session of the Golden Jubilee meeting of Parishad and the inauguration of 51st Parishad by lighting the ceremonial lamp and address the gathering. All the dignitaries are, please accompany him. Thank you, sir. I humbly request the Honorable Chief Minister of Gujarat, Mr. Narendra Modi, sir, to address the gathering. ब्रह्मश्री प्रकाशानंद स्वामिगल, श्रीमद ऋतंभरानंद स्वामिगल, श्री नारायण धर्म संगम सन्यासींस, श्री मुरलीधरन, सहोदरी सहोदर हमारे नमस्कार. मुरली को अब इसका हिंदी नहीं करने की जरूरत है. ഇതിന്റെ പരിഭാഷ ആവശ്യമില്ലല്ലോ. श्रीमान मुरलीधर की मदद से मैं अपनी दिल की बात आप सब तक पहुंचा पाऊंगा. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ എല്ലാവരിലെയും എത്തിക്കാനായിട്ട് ശ്രീ മുരളീധരന്റെ സഹായത്തോടു കൂടി ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. मैं देख रहा हूं कि यहाँ जो व्यवस्था बनी है वो व्यवस्था कम पड़ गई है और बहुत बड़ी मात्रा में लोग दूर दूर बाहर खड़े हैं.
भाइयों बहनों, इस शमियाने में जगह शायद कम होगी, लेकिन आप भरोसा रखिए, मेरे दिल में आप लोगों के लिए बहुत जगह है। എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥകളെ അതിലംഘിച്ചുകൊണ്ട് വളരെ അകലെ വരെ നിൽക്കുന്ന വലിയൊരു ജനാവലി എനിക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പന്തലിനകത്ത് നിങ്ങൾക്ക് സ്ഥലം കിട്ടാതായിട്ടുണ്ടാകാം, പക്ഷെ എൻ്റെ മനസ്സിനകത്ത് നിങ്ങൾ എല്ലാവർക്കും സ്ഥാനമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. मेरा बहुत बड़ा सौभाग्य रहा कि बचपन में राष्ट्रीय स्वयंसेवक संघ की गतिविधि से जुड़ा और राष्ट्रीय स्वयंसेवक संघ की गतिविधि में एक महत्वपूर्ण संस्कार कार्यक्रम होता है प्रातः स्मरण का, और जब हमें प्रातः स्मरण सिखाया गया था, उसी समय से प्रतिदिन सुबह परम पूज्य ब्रह्मलीन नारायण गुरु स्वामी का स्मरण करने का सौभाग्य मिलता था. എന്റെ സൗഭാഗ്യമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരമുണ്ടായി എന്നുള്ളത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ എല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാതസ്മരണയിലൂടെയാണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അറിയാനും എല്ലാ ദിവസവും ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണ ഉണർത്തിക്കൊണ്ട് ആ പ്രാതസ്മരണ ചൊല്ലാനുള്ള അവസരമുണ്ടായതും. आज देश की जिन समस्याओं की ओर हम देख रहे हैं, उन समस्याओं की तरफ नजर करें और श्री नारायण गुरु स्वामी की शिक्षा पर नजर करें, तो हमें ध्यान में आता है कि अगर यह देश श्री नारायण गुरु स्वामी की शिक्षा दीक्षा के कदमों पर चला होता, तो आज हमारे देश का ये हाल न हुआ होता. ഇന്ന് രാഷ്ട്രം നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും അദ്ദേഹം ഈ നാടിന് നൽകിയിട്ടുള്ള ഉപദേശങ്ങളും അത് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യം ഇത്തരത്തിലുള്ള വിഷമകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. श्री नारायण गुरु स्वामी ने समाज जीवन की शक्ति बढ़ाने की मूलभूत तत्वों पर सबसे ज्यादा बल दिया था. ശ്രീനാരായണ ഗുരുദേവൻ സാമാജിക ശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. आज समाज में किसी न किसी स्वरूप में अस्पृश्यता आज भी नजर आती है. हमारे संतों के प्रयत्नों के द्वारा समाज जीवन की छुआछूत कम होती गई, लेकिन राजनीतिक जीवन में छुआछूत और भी बढ़ती चली जा रही है. നമ്മുടെ നാട്ടിൽ തൊട്ടുകൂടായ്മ എന്നുള്ളത് ഇന്നും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നിലനിൽക്കുന്നു. നമ്മുടെ ഋഷിമാരുടെയും സന്യാസിമാരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് ആ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വലിയൊരളവ് വരെ ഇല്ലാതായിട്ടുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ ഈ തൊട്ടുകൂടായ്മ ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോഴും രാഷ്ട്രീയ മേഖലയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈ തൊട്ടുകൂടായ്മ ഇന്നും നിലനിൽക്കുന്നതായിട്ട് നമുക്കറിയാം. यह देश स्वामी विवेकानंद जी की 150वीं जयंती मना रहा है, और जब हम स्वामी विवेकानंद जी की 150वीं जयंती मना रहे हैं, तब इस बात का भी संयोग है श्री नारायण गुरु स्वामी उनके जीवन में भी इस कार्य को आगे बढ़ाने में
स्वामी विवेकानंद जी का सीधा सीधा संबंध आया था। സ്വാമി വിവേകാനന്ദന്റെ ജനനത്തിന്റെ 150-ാം വർഷം ആഘോഷിക്കുന്ന അവസരത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഗുരുദേവന്റെ ദർശനങ്ങളിലേക്ക് കടക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, സ്വാമി വിവേകാനന്ദന്റെ ചിന്തകളും ദർശനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ജീവിത ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. हम पूरे आजादी के आंदोलन की ओर नजर करें तो हमारे ध्यान में आएगा कि 18वीं शताब्दी का उत्तरार्ध, 19वीं शताब्दी, 20वीं शताब्दी भारत की आजादी के आंदोलन की पीठिका तैयार करने में सबसे बड़ा अगर योगदान किसी ने दिया है तो हमारे संतों ने दिया है, महापुरुषों ने दिया है, सन्यासियों ने दिया है, जिनके पुरुषार्थ के कारण एक समाज जागरण का काम, सामाजिक चेतना का काम, सामाजिक एकता का काम निरंतर चलता रहा और उसी का परिणाम हुआ कि देश के आजादी के आंदोलन के लिए एक मजबूत पीठिका का निर्माण हुआ। സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ 18ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധവും 19ാം നൂറ്റാണ്ടും 20ാം നൂറ്റാണ്ടിന്റെയും പൂർവാർദ്ധവും ഈ കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു വസ്തുത, ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാന ഭൂമിക, ആ ഭൂമിക തയ്യാറാക്കുന്നതിൽ ഈ നാട്ടിലെ മഹാപുരുഷന്മാരുടെയും സന്യാസിമാരുടെയും പങ്ക്, അവരുണ്ടാക്കിയ പ്രവർത്തനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഈ നാട്ടിൽ ഉണ്ടായത്. 1857 के स्वातंत्र संग्राम के बाद अंग्रेजी मान करके चलते थे कब हिंदुस्तान को हजारों साल तक गुलाम बनाए रखा जा सकता है, अब हिंदुस्तान खड़ा नहीं हो सकता है। लेकिन 1857 के स्वातंत्र संग्राम के बाद पूरी 3 शताब्दी की ओर देखा जाए तो इस देश में इन महापुरुषों की एक श्रृंखला रही है और उस श्रृंखला के कारण निरंतर हिंदुस्तान का कोई एक राज्य ऐसा नहीं होगा, हिंदुस्तान का कोई समाज ऐसा नहीं होगा, हिंदुस्तान का कोई क्षेत्र ऐसा नहीं होगा कि जहां पर पिछली 3 शताब्दी के अंदर कोई इनको ऐसे महापुरुष के जन्म न हुआ हो, जिस महापुरुष ने सामाजिक संस्कारों के लिए, समाज सुधार के लिए, सोशल रिफॉर्मर के नाते काम न किया हो और समाज को जोड़ने का काम न किया हो, ऐसा पिछली 3 शताब्दी में किसी भूभाग में नहीं मिलेगा। 1857 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം ബോധ്യമായി, ഈ രാജ്യത്തെ ഇനി അധികകാലം അടിമ രാജ്യമാക്കിയിട്ട് വെക്കാൻ സാധ്യമല്ല. 1857 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള 3 ദശാബ്ദങ്ങള്, ആ ദശാബ്ദങ്ങൾക്കിടയിൽ ഈ രാജ്യത്തെ ഒരു മേഖലയും ഒഴിവാക്കാൻ സാധ്യമല്ല, ഒരു സംസ്ഥാനത്തെയും ഒഴിവാക്കാൻ സാധ്യമല്ല. നിരവധി സന്യാസിമാര്, നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കള്, നിരവധി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ആളുകള്, അങ്ങനെയുള്ളവരുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് ഈ രാജ്യത്ത് സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട്, സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് ഈ രാജ്യമാസകലം ഉയർന്നു വന്നു. चाहे स्वामी रामदास हो, चाहे स्वामी विवेकानंद हो, चाहे स्वामी दयानंद से लेकर के स्वामी श्रद्धानंद तक की परंपरा हो, चाहे बसवेश्वर हो, चाहे चैतन्य महाप्रभु हो, चाहे नरसिंह मेहता गुजरात में हो, इस देश के अंदर ऐसी एक परंपरा रही और केरल में भी पूज्य नारायण स्वामी का हो या अयंकाली जी का हो, इन सब की परंपरा के कारण हिंदुस्तान के अंदर इस चेतना को जागरूक रखने में सफलता मिली थी. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാമി ദയാനന്ദൻ തൊട്ട് ശ്രദ്ധാനന്ദൻ വരെയുള്ള ആര്യ സമാജത്തിലുള്ള സന്യാസിമാര്, ചൈതന്യ പ്രഭുവിനെ പോലെയുള്ള ആളുകള്, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ആളുകള്, കേരളത്തിലെ പിന്നോക്ക പുലയ സമുദായത്തിൽപ്പെട്ട അയ്യങ്കാളിയെ പോലെയുള്ള ആളുകള്, അങ്ങനെയുള്ള നിരവധി മഹാത്മാക്കളുടെ, നിരവധി സന്യാസിമാരുടെ പരിശ്രമങ്ങള് ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. इन महापुरुषों ने त्याग और तपस्या के द्वारा
देश में जागरण का काम किया, देशभक्ति जगाने का काम किया, हमारी संस्कृति, हमारा धर्म और परंपरा को जगाने का काम किया और उसके कारण भारत के आजादी के आंदोलन के लिए एक बहुत बड़ी पीठिका तैयार हुई। ഈ മഹാപുരുഷന്മാരുടെയും സന്യാസിമാരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില് സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലമൊരുങ്ങി, സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാന ഭൂമിക സൃഷ്ടിക്കപ്പെട്ടു. लोगों को लगता है कि दुनिया की अनेक परंपराएं, अनेक संस्कृतियां, अनेक समाज जीवन की परंपराएं ध्वस्त हो गई, इतिहास के किनारे जाकर के उन्होंने अपनी जगह ले ली, आज उनका कहीं नामो निशान नहीं रहा। लोग पूछते हैं क्या कारण हुआ कि हजारों साल हुए ये समाज, ये संस्कृति, ये इस देश की परंपरा ये मिटती क्यों नहीं? ये पूरे विश्व के अंदर एक सवाल उठाया जाता है। ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സംസ്കാരങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ആ സംസ്കാരങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന സംഭവങ്ങൾ മാത്രമായിട്ട് മാറി, അത് മുഴുവൻ വിസ്മൃതിയിലേക്ക് മാറി. പക്ഷേ ഭാരതത്തിന്റെ സംസ്കാരം ആളുകൾ ചോദിക്കുന്നു, നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും അത് നിലനിൽക്കുന്നു, ഇന്നും അത് ഉയർന്നു നിൽക്കുന്നു. എന്താണ് അതിന് കാരണം എന്നുള്ള ചോദ്യം, ആ ചോദ്യമാണ് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യം. और इसके कारण समाज जीवन में अगर हम बारीकाई से देखें कि हजारों साल हुए, हमारी हस्ती मिटती क्यों नहीं? मिटती इसलिए नहीं है, हजारों साल में हमारे अंदर बुराइयां नहीं आई हैं, आई है। हमारे में विकृतियां नहीं आई हैं, आई है। हमारे समाज में बिखराव नहीं आया है, आया है। अनेक बुराइयां आने के बावजूद भी इस समाज की ताकत ये रही है कि हिंदू समाज ने हमेशा अपने ही भीतर संतों को जन्म दिया, समाज सुधारकों को जन्म दिया, एक नई चेतना, नया शास्त्र जगत जगत बनाने के लिए जो जो लोगों ने जन्म लिया उन महापुरुषों के पीछे चलने का साहस दिखाया और अपनी ही बुराइयों पर वार करने की ताकत हमारे ही समाज में से पैदा होती थी। ऐसे महापुरुष हमारे समाज में से ही पैदा होते थे और उन समाज महापुरुषों के पैकी एक बहुत बड़ा नाम केरल की धरती पर जन्मे हुए परम पूज्य नारायण स्वामी का है। ആളുകൾ സാധാരണ ജനങ്ങൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിന് നാശമുണ്ടാകാത്തത് എന്ന്. ഈ സംസ്കാരത്തിന് നിരവധി ജീർണതകൾ സംഭവിച്ചിട്ടുണ്ട്, നിരവധി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വികൃതികളെയും ഈ ജീർണതകളെയും ഒക്കെ നേരിട്ടുകൊണ്ട് എന്തുകൊണ്ട് ഹിന്ദു സംസ്കാരത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് പരിശോധിച്ചാൽ അതിന്റെ കാരണം ഈ സമാജം തന്നെ, ഈ സമൂഹം തന്നെ ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ നിരവധി സന്യാസിമാർക്ക് ജന്മം നൽകി, നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ജന്മം നൽകി. അവർ തന്നെ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ പരിവർത്തനത്തിന്റെ കാഹളമുയർത്തി. അവർ തന്നെ ഈ സമൂഹത്തിലെ അനീതികൾക്കെതിരായിട്ട് അവർ തന്നെ ഈ സമൂഹത്തിലെ ജീർണതകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ, അങ്ങനെയുള്ള സന്യാസിമാരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ആണ് ഹിന്ദു സംസ്കാരത്തിന് നാശമില്ലാത്ത ഒരു സംസ്കാരമായിട്ട് നിലനിൽക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള മഹാസന്യാസിമാരുടെ പരമ്പരയില്, ആ പരമ്പരയില് ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നാമം. കേരളം ജന്മം നൽകിയ महानाइटला सन्यासी श्री नारायण गुरुदेवन। श्री नारायण गुरु जी ने उस कालखंड में शिक्षा को सर्वाधिक महत्व दिया और आज अगर केरल गर्व के साथ खड़ा है शिक्षा के क्षेत्र में, पूरे देश में केरल ने अपना एक रुतबा जमाया है। अगर उसके मूल में हम देखें तो 100-125 साल पहले ऐसे महापुरुषों ने शिक्षा के लिए अपना जीवन खपा दिया था और उसके कारण ये सबसे बड़ा मजबूत फाउंडेशन, शिक्षा का मजबूत फाउंडेशन आज केरल की धरती पर नजर आता है।
ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യമാണ്. അദ്ദേഹം നൽകിയ ആ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിന്റെ വളർച്ചയുണ്ടായിട്ടുള്ളത്. ഇന്ന് കേരളം, ഇന്ത്യ മുഴുവൻ, ഭാരതം മുഴുവൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം പ്രകീർത്തിക്കപ്പെടുന്നു. വിദ്യാഭ്യാസ രംഗത്തിന്റെ പേരില് കേരളം ഇന്ത്യയുടെ മുഴുവൻ മുന്നില് തലയുയർത്തി പിടിച്ചു നിൽക്കുന്നു. അതിന്റെ അടിസ്ഥാന കാരണത്തിലേക്ക് പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും തുടക്കമിട്ടത് ശ്രീനാരായണ ഗുരുദേവന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ദർശനങ്ങളായിരുന്നു എന്നുള്ളത് നിസ്സംശയം ഇന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. विश्व के कई समाज ऐसे हैं कि जो 20वीं शताब्दी तक नारी को बराबर का दर्जा देने के लिए तैयार नहीं थे। विश्व के प्रगतिशील माने जाने वाले देश भी लोकतंत्र में विश्वास रखने के बावजूद भी महिला को मताधिकार देने के लिए सदियों तक तैयार नहीं थे। उस युग में भी हिंदुस्तान में ऐसे संत महात्माओं की परंपरा पैदा हुई जिन्होंने नारी कल्याण के लिए, नारी उद्धार के लिए, नारी शिक्षा के लिए, नारी समानता के लिए अपने आप को खपा दिया था और समाज के अंदर परिवर्तन लाने का प्रयास किया था। ഈ ലോകത്തെ നിരവധി രാജ്യങ്ങള്, നിരവധി പ്രദേശങ്ങള് 20ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനം നൽകിയിരുന്നില്ല. ലോകത്തെ ഏറ്റവും ജനാധിപത്യ രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്നവര്, ഏറ്റവും പുരോഗമന രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്നവര്, അവര് പോലും 20ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിരുന്നില്ല. പക്ഷേ ഭാരതത്തിലെ സന്യാസിമാര്, ഭാരതത്തിലെ ഋഷിമാര് ആ കാലഘട്ടത്തില്, അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷ മാത്രമല്ല, സ്ത്രീകൾക്ക് സമാനമായിട്ടുള്ള അധികാരങ്ങള്, സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്നുള്ള ആശയം, ആ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള മഹാപുരുഷന്മാരായിരുന്നു. समाज के दलित, पीड़ित, शोषित, उपेक्षित, वंचित ऐसे समाज की भलाई के लिए अनेक प्रकार के समाज सुधार के काम सदियों से चलते आए हैं। लेकिन जिन समाज सुधार के कामों में राजनीति जुड़ती है, वहां पर हेट्रेड का माहौल भी जन्म लेता है। एक का सुधार करने के लिए, एक को अधिकार देने के लिए दूसरे को नीचे दिखाना, दूसरे को हेट करना, दूसरे को दूर करना, दूसरे के खिलाफ बगावत का माहौल बनाना, ये एक परंपरा रहती है। लेकिन जब समाज सुधार के अंदर अध्यात्म जुड़ता है, तब सुधार भी हो, समाज टूटे भी नहीं। सुधार भी हो लेकिन नफरत की आग पैदा न हो। समाज में सुधार भी हो लेकिन जिनके कारण समाज में बुराई आई है उनके प्रति रोष का भाव पैदा न हो। उनको भी जोड़ना, इनको भी जोड़ना, सबको जोड़ करके चलने का काम जब समाज सुधार के साथ आध्यात्मिक चेतना का मिलन होता है, तब इस प्रकार का परिवर्तन आता है। श्री नारायण गुरु के माध्यम से समाज सुधार और अध्यात्म, इन दोनों का ऐसा अद्भुत मिलन था कि समाज में कहीं पर भी उन्होंने नफरत को जन्म देने का अधिकार किसी को नहीं दिया। സാമൂഹ്യ പരിഷ്കർത്താക്കള് ഈ ഭാരതത്തിന്റെ ചരിത്രത്തിലുടനീളം ഈ നാട്ടിൽ സദ്ഭാവനയുടെ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയുള്ള ആധ്യാത്മിക പ്രവർത്തനത്തിനിടയില് രാഷ്ട്രീയം കലരുമ്പോൾ അവിടെ പരസ്പര വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും സാഹചര്യം ഉടലെടുക്കുന്നു. രാഷ്ട്രീയം അന്യനെ താഴ്ത്തിക്കാണിക്കാനുള്ള ശ്രമത്തിന്റെ വേദിയാകുന്നു. രാഷ്ട്രീയ ചിന്തകൾ പരസ്പര വൈരം സൃഷ്ടിക്കുന്ന അവസരങ്ങളായിട്ട് മാറുന്നു. സാമൂഹ്യ പരിഷ്കർത്താക്കള് നമ്മുടെ നാട്ടില് സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം അവര് ആത്മീയ ഭാവന കൂടി, ആധ്യാത്മിക ഭാവന കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ആധ്യാത്മിക ഭാവനയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായിട്ടാണ്
സാമൂഹ്യ പരിഷ്കരണത്തില് ആരെയും താഴ്ത്തിക്കാണിക്കുകയോ പരസ്പരം വെറുപ്പുളവാക്കുകയോ പരസ്പരം വിദ്വേഷം ഉളവാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിന് ഇടകൊടുക്കാതെ ഈ നാട്ടിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള് ആധ്യാത്മികതയെ സാമൂഹ്യ പരിഷ്കരണവുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആധ്യാത്മികതയും സാമൂഹ്യ പരിഷ്കരണവും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഭാവനകള് അതിനുള്ള അവസരം അല്പം പോലും കൊടുക്കാതെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും ദർശനങ്ങളിലും ഉണ്ടാക്കിയത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. हमारे देश में उस कालखंड की ओर अगर हम नजर करें, समाज के अंदर बुराइयों ने जब पूरी तरह समाज पर कब्जा जमाया हो, स्थापित हितों का जमावड़ा इसको बरकरार रखने के लिए भरपूर कोशिश करता हो, ऐसे समय ऐसे संत खड़े हुए जिनके पास कुछ नहीं था, लेकिन बुराइयों के खिलाफ लड़ने का संकल्प था और वो बुराइयों के खिलाफ खड़े हुए, समाज स्वीकार करे या न करे, वो बुराइयों के खिलाफ लड़ने के पीछे नहीं हटे और अपने जीवन को उन्होंने पूरी जिंदगी तिल तिल समाज सुधार के लिए घिस दिया। जिस समाज के अंदर ईश्वर भक्ति सर्वश्रेष्ठ मानी जाती हो, परमात्मा सब कुछ ऐसा माना जाता हो, उस कालखंड में भी इस देश में ऐसे सन्यासी हुए, वो कहते थे ईश्वर भक्ति बाद में करो, पहले दरिद्र नारायण की सेवा करो। दरिद्र नारायण भी भगवान का रूप होता है और उन गरीबों की भलाई करोगे ईश्वर को वो प्राप्त हो जाएगा। ये संदेश देने की ताकत इस भूमि में थी। നമ്മുടെ ചരിത്രത്തിലെ ചില ഘട്ടങ്ങളിലേക്ക് കൂടി കടന്നു പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തില് സാമൂഹ്യ പരിഷ്കർത്താക്കളും സന്യാസിമാരും ഈ നാട്ടിലെ നിക്ഷിപ്ത താല്പര്യക്കാരുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് സാമൂഹ്യമായിട്ടുള്ള ജീർണതകൾ നിലനിന്നപ്പോ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്ന കാലഘട്ടങ്ങളിൽ അതിനെതിരായിട്ട് കൈമുതലായിട്ട് ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നയിച്ചു, അതിനെതിരായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി. അവരുടെ പരിശ്രമം, ആ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് समाज सुधारकों ने अपने जीवन को बलि चढ़ा करके भी समाज की बुराइयों के सामने लड़ाई लड़ी, उसको प्राप्त की. സാമൂഹ്യ പരിഷ്കർത്താക്കള് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പാതയിലൂടെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമത്തിന് നേതൃത്വം നൽകി. श्री नारायण गुरु की तरफ हम अगर नजर करें तो ध्यान में आता है, उस समय जब अंग्रेजों का राज चलता था और एक जो गुलामी मानसिकता थी, उस मानसिकता को बढ़ावा देने के लिए वो अंग्रेजी का प्रभाव बढ़ाना चाहते थे और अंग्रेजी के माध्यम से इस देश को दबाने के लिए एक रास्ता खोजते थे. ऐसे समय नारायण गुरु की दृष्टि देखी, उन्होंने समाज को कहा अंग्रेजी सीख करके उन्हीं को उन्हीं की भाषा में जवाब देने की ताकत पैदा होनी चाहिए. अंग्रेजों से लड़ना होगा तो अंग्रेजों को अंग्रेजी की भाषा में समझाना पड़ेगा. ये हिम्मत सिखाने का काम नारायण गुरु ने उस समय किया था. ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കാലഘട്ടമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഭാരതീയ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച സന്യാസി വര്യനായിരുന്നു, മഹാപുരുഷനായിരുന്നു. പക്ഷെ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ തയ്യാറെടുക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭാഷ പഠിച്ചുകൊണ്ട് ആ ഭാഷയിലുള്ള വിദ്യാഭ്യാസത്തിന് ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്താതെ ആ ഭാഷ ഉൾപ്പെടെ സ്വായത്തമാക്കിക്കൊണ്ട്
ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാൻ അതിന് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറെടുക്ക പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഈ നാട്ടിൽ എല്ലാവർക്കും ലഭിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 21वीं सदी हिंदुस्तान की सदी है ऐसा कहते हैं, 21वीं सदी ज्ञान की सदी है कहते हैं, और ये हमारा सद्भाग्य है कि आज हिंदुस्तान दुनिया का सबसे युवा देश है। 65% जनसंख्या, 65% पॉपुलेशन इन दिस कंट्री इज बिलो 35, 35 से नीचे की उम्र की है, और इसलिए ये युवा देश है, और ये युवा देश ये हमारा डेमोग्राफिक डिविडेंड है, ये अपने आप में एक बड़ी शक्ति है। 21ാം നൂറ്റാണ്ട് ഭാരതത്തിന്റെ യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. 21ാം നൂറ്റാണ്ട് വിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. 21ാം നൂറ്റാണ്ട് യുവത്വത്തിന്റെ യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. ഭാരതത്തിന്റെ ജനസംഖ്യ പരിശോധിച്ചാൽ ഇന്ന് ഭാരതത്തിന്റെ ജനസംഖ്യയുടെ 65% ഇന്ന് 35 വയസ്സിൽ താഴെയുള്ളവരുടേതാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ യുവാക്കളുടെ രാഷ്ട്രമാണ്. അത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ മൂലധനമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. लेकिन जो लोग प्रगति करना चाहते हैं वो सारे देश इन दिनों एक विषय पर बड़े आग्रह से बात करते हैं। अभी अमेरिका में चुनाव समाप्त हुए, श्रीमान ओबामा ने दोबारा अपना प्रेसिडेंटशिप को धारण किया, और दोबारा प्रेसिडेंट बनने के बाद उन्होंने जो पहला भाषण किया, उस पहले भाषण में उन्होंने एक बात पर बल दिया, और वो कहा कि स्किल डेवलपमेंट, हुनर सिखाओ लोगों को। जब तक हम व्यक्ति के हाथ में हुनर नहीं देते, जब तक उसको रोजगार की संभावनाएं नहीं देते, वो दुनिया में कुछ कर नहीं सकता। ये अमेरिका के समृद्ध देश की अर्थनीति के बीच भी स्किल डेवलपमेंट की बात होती है। हिंदुस्तान के अंदर डॉक्टर मनमोहन सिंह कांग्रेस की सरकार भी स्किल डेवलपमेंट की बात करती है, और मुझे गर्व से कहना है कि अभी 21 अप्रैल को भारत के प्रधानमंत्री ने स्किल डेवलपमेंट के क्षेत्र में सर्वश्रेष्ठ कार्य करने के लिए गुजरात सरकार को विशेष रूप से सम्मानित किया। ഇന്ന് ലോകത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് യുവാക്കളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ മാസങ്ങളില് ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായിട്ടുള്ള അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് നടന്നു. ഒബാമ അവിടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അമേരിക്കക്ക് പുരോഗതിയിലേക്ക് നീങ്ങണമെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യം നേടേണ്ട അത്യാവശ്യമുണ്ട്. യുവാക്കളുടെ ഇടയിൽ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗും ഇതേ കാര്യം നമ്മുടെ ജനങ്ങളോട് ഈ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഗുജറാത്ത് സർക്കാരിന് ഈ കഴിഞ്ഞ 21ാം തീയതി പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തിനുള്ള സ്കിൽ ഡെവലപ്മെന്റിനുള്ള പ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്നുള്ള അവാർഡ് കിട്ടി എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. गुजरात देश में पहला राज्य है जिसने अलग स्किल यूनिवर्सिटी बनाने का निर्णय किया है, और दुनिया का सबसे समृद्ध देश वो भी स्किल डेवलपमेंट की बात करता है। दुनिया की सबसे बड़ा लोकतंत्र देश वो भी स्किल डेवलपमेंट की बात करता है। दुनिया भर के अंदर स्किल डेवलपमेंट की चर्चा हो रही है, लेकिन मजा देखिए, 100 साल पहले केरल की धरती पर एक नारायण गुरु का जन्म हुआ, जिन्होंने 100 साल पहले स्किल डेवलपमेंट पर बल देने के लिए बात की तरह नहीं प्रयास किए थे। ഗുജറാത്ത് ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യം സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ള രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും ധനികമായിട്ടുള്ള രാഷ്ട്രം ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെ കുറിച്ച് ഊന്നി പറയുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഭാരതം ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെ കുറിച്ച് ഊന്നി പറയുന്നു. പക്ഷേ അതിനേക്കാൾ ഏറെ അത്ഭുതം 100 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ജന്മം കൊണ്ട ശ്രീനാരായണ ഗുരുദേവൻ അന്ന് തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെ കുറിച്ച് സൂചിപ്പിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചു എന്ന് പറയുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. आज पूरा विश्व 2 समस्याओं से जूझ रहा है, एक ग्लोबल वार्मिंग और दूसरा टेररिज्म, आतंकवाद. पूरा विश्व इन दोनों चीजों से परेशान है. लेकिन अगर हम हमारे पूर्वजों की बातों को अगर ध्यान में ले, हमारे संतों की बातों को ध्यान में ले, अगर हमारे शास्त्रों की बातों को ध्यान में लें और अगर उसके आधार पर जीवनचर्या को करें तो मैं विश्वास से कहता हूं कि ग्लोबल वार्मिंग से मानव जात को बचाई जा सकती है. टेररिज्म के रास्ते से लोगों को वापस ला करके एक सद्भावना और प्रेम के रास्ते पर लाया जा सकता है. ये संदेश पूज्य नारायण गुरु स्वामी ने उस जमाने में दिए थे जब वो कहते थे एक जन, एक देश, एक देवता. ये बात उस समय जब इतने बिखराव का माहौल की आज चर्चा हो रही है, एक राज्य दूसरे राज्य को पानी देने को तैयार नहीं है, ऐसे माहौल में उस महापुरुष ने दूर का देखा था और कहा था यह देश एक, जन एक और परमात्मा एक. ये संदेश देने का काम श्री नारायण गुरु ने किया. ഇന്ന് ലോകം 2 വലിയ വിപത്തുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. ഒന്ന്, ആഗോള താപനില വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. 2, ആഗോളതലത്തിൽ ഭീകരവാദം വർദ്ധിച്ചു വരുന്ന കാലഘട്ടം. ഇത് രണ്ടിനുമെതിരായിട്ടുള്ള പരിശ്രമങ്ങള്, പോരാട്ടങ്ങള് ലോകമാകെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് രണ്ടും അകറ്റാൻ, ഇത് രണ്ടിലും പരിഹാരം കണ്ടെത്താൻ ഒരേ ഒരു മാർഗം നമ്മുടെ സന്യാസിമാരുടെ, നമ്മുടെ ഋഷിമാരുടെ വാക്കുകളിലാണ്, നമ്മുടെ ശാസ്ത്രങ്ങളിലാണ്. അതിനനുസരിച്ചിട്ടുള്ള ജീവിതചര്യ, ആ ജീവിതചര്യ അത് പാലിക്കുന്നതിലൂടെ മാത്രമേ ഈ 2 വിപത്തുകളെയും നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. ദശാബ്ദങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഉച്ചരിച്ച മഹാപുരുഷൻ, ആ മഹാസന്യാസിയുടെ വാക്കുകള്, ആ വാക്കുകൾ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഈ 2 വിപത്തുകളും ഇത് രണ്ടും അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. श्री नारायण गुरु स्वामी ने जैसे कहा था उस प्रकार से कश्मीर से कन्याकुमारी अटक से कटाकर हिंदुस्तान करुणा और प्रेम से बंधा हुआ रहता, हमारे में कोई बिखराव न होता, तो आज हमारे भीतर से कोई भी आतंकवाद को साथ देने का पाप न करता. नारायण गुरु के रास्ते पर चलते तो आतंकवाद को कभी यहां जगह नहीं मिलती. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള് ഉൾക്കൊള്ളാൻ ഈ രാജ്യം തയ്യാറായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾക്കനുസരിച്ച് ചലിക്കാൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഭാരതത്തിന്റെ വിശാലമായ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളും തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് ഭീകരവാദത്തിന് ഈ നാട്ടിൽ സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാൻ സാധിക്കും. एक समय था जब बड़े बड़े भव्य मंदिरों से प्रभाव पैदा होता था, मंदिरों के निर्माण में भी स्पर्धा का माहौल चलता था, प्रकृति का जितना शोषण करके जो कुछ भी किया जा सकता है वो सब होता था. ऐसे समय आप दक्षिण के मंदिर देखिए, कितने विशाल मंदिर होते हैं. ऐसे समय नारायण गुरु ने समाज के उस प्रवास को काट करके उल्टी दिशा में चल करके दिखाया कि जरूरत नहीं है बड़े बड़े विशाल मंदिरों की. छोटे छोटे मंदिरों की रचना करने का एक नई परंपरा शुरू की. सामान्य संसाधनों से बनने वाले मंदिरों की परंपरा शुरू की और ईश्वर कहीं पर भी विराजमान रहता है, इस प्रकार से उन्होंने चिंता की. और एक प्रकार से पर्यावरण की रक्षा के लिए
प्रकृति का कम से कम उपभोग करने का संदेश देने का काम श्री नारायण गुरु ने किया था। अगर उस परंपरा को हम जिरवी रखते तो आज ग्लोबल वार्मिंग की परंपरा पैदा न होती। ഇന്ന് ആധ്യാത്മികതയുടെ പേരിൽ ഇന്ന് വലിയ വലിയ ക്ഷേത്രങ്ങൾ പണിയാനുള്ള മത്സരങ്ങൾ പല സ്ഥലത്തും നടക്കുന്നു. ക്ഷേത്രങ്ങൾ പണിയുന്നതിലുള്ള മത്സരത്തിലല്ല കാര്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മത്സരത്തിന് പകരം ക്ഷേത്രങ്ങളുടെ വലിപ്പമല്ല ആധ്യാത്മികതയുടെ അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് പ്രകൃതിയോട് ഒത്തുജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്കുതകുന്ന തരത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഒരുപക്ഷെ അന്ന് പരിശ്രമിച്ചിരുന്നുവെങ്കിൽ വലിയ വലിയ ക്ഷേത്രങ്ങള് പണിയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അദ്ദേഹം പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള പ്രതിഷ്ഠാ രീതികള് അദ്ദേഹം നടപ്പിലാക്കി. അത് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയാണെങ്കിലും കണ്ണാടി പ്രതിഷ്ഠയാണെങ്കിലും എവിടെയാണെങ്കിലും പ്രകൃതിയോടൊത്ത് ജീവിക്കുന്ന പ്രതിഷ്ഠകൾ, ആ പ്രതിഷ്ഠകള് അത് അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ ഭാഗമായിരുന്നു. ആ ദർശനം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ആഗോള താപനം പോലെയുള്ള വിപത്തുകളിൽ നിന്ന് ഈ ലോകത്തിന് മുഴുവൻ തന്നെ മുക്തി നേടാനാകുമായിരുന്നു. दुनिया के कई देश हैं जो आज भी नारी के नेतृत्व को स्वीकार करने का सामर्थ्य नहीं रखते हैं। पश्चिम के कहे जाने वाले अत्यंत आधुनिक राष्ट्र भी नारी शक्ति के सामर्थ्य को स्वीकार करने को तैयार नहीं है। लेकिन यह देश ऐसा है कि सदियों पहले अगर हमारे देश में नारी के सम्मान को चोट पहुंचे ऐसी कोई भी चीज पनपती थी तो हमारे संत महंत जागरूक हो जाते थे और नारी एम्पावर, विमेन एम्पावरमेंट के लिए अपने युग में हमेशा वो प्रयास करते रहे। समाज की बुराइयों को से समाज को बाहर ला करके मातृशक्ति के सामर्थ्य की चिंता करने का काम हमारे देश में होता रहा है। और श्री नारायण गुरु ने हमेशा विमेन एम्पावरमेंट को बल देने के लिए हमेशा बल दिया, उनको शिक्षित करने का बल दिया, उनको विकास प्रक्रिया में भागीदार बनाने का बल दिया। उन्होंने माताओं बहनों को परिवार के अंदर कोई इनको रोजगार खड़ा करने के लिए बल दिया और समाज के विकास की यात्रा में नारी को भी भागीदार बनाने के लिए श्री नारायण गुरु ने प्रयास किया। ലോകത്തിലെ വലിയ രാഷ്ട്രങ്ങള് ഇന്ന് ആധുനിക ലോകത്തിലെ ഏറ്റവും ആധുനികവും പുരോഗമനപരവും എന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങൾ പോലും സ്ത്രീകൾക്ക് ആ രാജ്യത്തിന്റെ ഭരണാധികാരം നൽകാൻ തയ്യാറല്ല. സ്ത്രീകളുടെ ഭരണത്തിന് കീഴിൽ നിൽക്കാൻ അവർ തയ്യാറല്ല. ഇന്ന് ഈ ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ദശാബ്ദങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ദർശനങ്ങളിലൂടെ സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ തുല്യസ്ഥാനം നൽകാനുള്ള നിർദ്ദേശം നൽകി. അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ അത് ഉൾപ്പെടുത്തി. കുടുംബങ്ങളില് തളച്ചിടപ്പെടേണ്ടവര് അല്ല സ്ത്രീകള്, പകരം സമൂഹത്തിന്റെ വികസനത്തില്, സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ മറ്റുള്ളവരോടൊപ്പം പങ്കാളികളാകേണ്ടവരാണ് സ്ത്രീകൾ. അങ്ങനെയുള്ള ഒരു സ്ത്രീ സമൂഹം, ആ സ്ത്രീ സമൂഹമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, എന്ന് പഠിപ്പിച്ചുകൊണ്ട് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ, സ്ത്രീകളെ വികസനത്തിന്റെ പാതയിൽ തുല്യ പങ്കാളികളായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ദർശനങ്ങളിലൂടെ അദ്ദേഹം ഈ ലോകത്തെ ഉത്ബോധിപ്പിച്ചു. श्री नारायण गुरु ने प्रेम की, करुणा की, समाज की एकता की, इन सब बातों करने के साथ साथ सादगी का भी बहुत आग्रह रखा था, सिंप्लिसिटी का बहुत आग्रह रखा था। मैं आज भी इस परंपरा से जुड़े हुए सभी महान संतों को प्रणाम करते हुए उनका अभिनंदन करना चाहता हूं कि श्री नारायण गुरु ने जिस परंपरा में सादगी का आग्रह रखा था, आज भी उस सादगी को निभाने का प्रयास सभी इन परंपरा के निभाने वालों के द्वारा हो रहा है। ये अपने आप में बड़े गर्व की बात है। ശ്രീനാരായണ ഗുരുദേവൻ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശത്തോടൊപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യമായിരുന്നു
ലാളിത്യത്തിന്റെ സന്ദേശം. ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ലാളിത്യത്തിന്റെ ആ സന്ദേശം ഇന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഞാൻ ഇവിടെ എത്തിയപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ആ സന്യാസി പരമ്പരയിലെ ഇന്നിവിടെ ഇരിക്കുന്ന, ഇവിടെ സന്നിഹിതരും അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ സന്യാസിമാരും ആ ലാളിത്യത്തിന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ ആ സന്ദേശം ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള രീതിയിൽ, മാതൃകയില് അത് പരിപാലിച്ചു പോരുന്നു. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഞാൻ അവരെ എല്ലാവരെയും ആദരപൂർവം ആ ലാളിത്യം, ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള് അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് കാത്തു സൂക്ഷിക്കുന്ന ഈ സന്യാസി പരമ്പരയെ മുഴുവൻ വണങ്ങാൻ ഞാൻ ഈ അവസരത്തില് ആദരപൂർവം വണങ്ങുന്നു. ये मेरा सौभाग्य है कि इस महान परंपरा के साथ आज निकट से जुड़ने का मुझे सौभाग्य मिला है और इसलिए मैं इन सभी संतों का बहुत ही आभारी हूं. എനിക്ക് ഈ സന്യാസി പരമ്പരയെ അടുത്തറിയാൻ, അവരോട് ഇടപഴകാൻ ഇന്ന് അവസരം കിട്ടി എന്നുള്ളതില് അങ്ങേയറ്റം സൗഭാഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് അങ്ങേയറ്റം കൃതജ്ഞതയുള്ളവനാണ്. यहाँ पर अभी पूज्य ऋतंभरानंद जी ने अपने भाषण में कुछ अपेक्षाएं व्यक्त की थी. गुजरात की धरती पर भी ये संदेश कैसे पहुंचे, ये मेरे लिए बड़े गर्व की बात होगी कि इतनी अच्छी बात, समाज के गरीब दुखियारों के लिए सेवा की बात मेरे गुजरात के अंदर अगर केरल की धरती से पहुंचती है, मैं उसका स्वागत करता हूं, सम्मान करता हूं. ഇവിടെ സ്വാഗത പ്രസംഗത്തില് പൂജ്യ സ്വാമിജി ഋതംബരാനന്ദജി അദ്ദേഹം ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള് അത് ഗുജറാത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താൻ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ചിന്തകള്, ഈ ചിന്തകൾ ഗുജറാത്തിൽ എത്തിക്കാൻ അതിനു വേണ്ടിയിട്ട് ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ സന്യാസിമാര് തയ്യാറാവുന്നു എന്നുള്ളത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാനത് അംഗീകരിക്കുന്നു. केरल का कोई जिला ऐसा नहीं होगा, कोई तालुका या ब्लॉक ऐसा नहीं होगा जहां के लोग मेरे गुजरात में न रहते हो. കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു താലൂക്കും ഒരു ജില്ലയുമില്ല ഗുജറാത്തിലെ മലയാളികൾ ഇല്ലാത്ത പ്രദേശങ്ങൾ. കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും ഓരോ താലൂക്കിൽ നിന്നുമുള്ള മലയാളികൾ ഗുജറാത്തിലുണ്ട്. आज गुजरात के प्रगति की जो चर्चा हो रही है, उस प्रगति में मेरे केरल के भाइयों के पसीने की भी महक है. ഇന്ന് ഗുജറാത്തിന്റെ വികസനത്തിൽ കേരളത്തിൽ നിന്നുള്ള മലയാളി സഹോദരന്മാരുടെ വിയർപ്പിന്റെ കൂടി ഫലമായിട്ടാണ് ഗുജറാത്തിന്റെ വികസനമെന്ന് തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല. और इसलिए मैं आज मेरे सभी केरल के भाइयों बहनों का आभार भी व्यक्त करना चाहूंगा, अभिनंदन भी करना चाहूंगा. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും സഹോദരന്മാരോടും എന്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. और मुझे विश्वास है कि आने वाले दिनों में केरल के मेरे भाई जो गुजरात में रहते हैं, उनको जब पता चलेगा कि यहाँ नारायण गुरु की प्रेरणा से कुछ न कुछ गतिविधि चल रही है, गुजरात में रहने वाले हमारे केरल के भाइयों के लिए भी एक अच्छा स्थान बन जाएगा. ഗുജറാത്തിലുള്ള മലയാളികൾക്ക് അല്പം കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങള്, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗുജറാത്തിൽ തുടങ്ങാൻ പോകുന്നു. ആ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഗുജറാത്തിലുള്ള മലയാളി സഹോദരന്മാർക്ക് ഏറ്റവും സന്തോഷമുണ്ടായിരിക്കും എന്ന് എനിക്കും അറിയാം. मैं नारायण गुरु की इस परंपरा को निभाने वाले, इस सद विचार को घर घर गांव गांव तक पहुंचाने वाले
समाज के पिछड़े, दलित, पीड़ित, शोषितों का भला करने के लिए जीवन आहूत करने वाले लोगों से, सभी महानुभावों से प्रार्थना करूंगा, आप जब मर्जी पड़े, गुजरात आपका ही है, आप आइए, गुजरात की भी सेवा कीजिए. ശ്രീനാരായണ ഗുരുദേവന്റെ ആ ദർശനങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മഹാപുരുഷന്മാര്, സന്യാസിമാര്, അവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അങ്ങ് എന്നാഗ്രഹിക്കുന്നുവോ, ഏത് ഘട്ടത്തിലാണെങ്കിലും ശരി, എല്ലാവർക്കും ഗുജറാത്തിലേക്ക് സ്വാഗതം. ഗുജറാത്ത് നിങ്ങളുടേത്, എല്ലാവരുടേതുമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. इस पवित्र धरती पर आने का मुझे सौभाग्य मिला, मुझे निमंत्रण मिला. मैं इसलिए फिर एक बार आप सबका बहुत बहुत आभार व्यक्त करता हूं, सभी संतों को वंदन करता हूं और पूज्य स्वामी नारायण गुरु के चरणों में प्रार्थना करके उनसे आशीर्वाद लेता हूं कि ईश्वर ने मुझे काम दिया है, मैं गरीब, पीड़ित, शोषित, दलित, उनकी भलाई के लिए अपने जीवन में कुछ न कुछ अच्छा करता रहूं. ऐसे मुझे आशीर्वाद आज इस तपोभूमि से मिले. ഇന്നിവിടെ വരാനുള്ള ക്ഷണം ലഭിച്ചു എന്നുള്ളതില് ഞാൻ ശ്രീനാരായണ ഗുരുദേവ പരമ്പരയിലെ മുഴുവൻ സന്യാസിമാരോടും കടപ്പെട്ടിരിക്കുന്നു. അവരോട് നന്ദിയുള്ളവനാണ്. അവരെ ഞാൻ വന്ദിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ പാതാരവിന്ദങ്ങളില് സ്പർശിച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഗുരുദേവന്റെ ആശീർവാദങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ നാട്ടിൽ പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും വിയർപ്പൊടുക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും അവരുടെ നന്മക്കായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ശക്തി തരണമേ. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ എനിക്ക് ആയുസ് തരണമേ എന്ന് ഗുരുദേവന്റെ ആശീർവചനങ്ങൾക്കായിട്ട്, അനുഗ്രഹങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. मैं केरल के सभी भाइयों बहनों का भी आभार व्यक्त करता हूं कि आज मैं शाम को त्रिवेंद्रम एयरपोर्ट पर उतरा, वहां से यहां तक आया. चारों ओर जो प्रकार से आप लोगों ने मेरा स्वागत किया, सम्मान किया, मुझे प्रेम दिया, इसलिए मैं केरल के सभी भाइयों बहनों का भी बहुत हृदय से आभार व्यक्त करता हूं. കേരളത്തിലെ സഹോദരി സഹോദരന്മാര്, അവരോട് എനിക്ക് നന്ദിയും സ്നേഹവുമുണ്ട്. ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത് മുതൽ ഇവിടെ ഈ പരിപാടിയിൽ എത്തുന്നത് വരെ വഴിയിലുടനീളം ഈ തടിച്ചുകൂടിയിരിക്കുന്ന പുരുഷാരം, ജനാവലി, ഈ ജനാവലി എനിക്ക് തന്നിട്ടുള്ള ഈ സ്നേഹത്തിനും ആദരവിനും ഞാൻ അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്, കടപ്പെട്ടവനാണ്, നന്ദിയുള്ളവനാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. फिर एक बार सहोदरी सहोदर हमारे नमस्कारम. അതിന്റെ പരിഭാഷ ആവശ്യമില്ല. It was great pleasure to hear the words from such a leader who humbly implemented in Gujarat the great industrial and educational visions of Sri Narayana Gurudev, which was advised to the world a long time ago. Definitely, as per Gurudeva's thoughts and visions, sir, your inspiring words will make great changes in thousands of minds. Thank you very much, sir, for your thought-provoking words. Modi sir, Nani, Nani, Nani. Now the time for inauguration of mobile bookstall of Shivagiri Mutt Publications. One of the mottos of Sri Narayana Gurudev was to read and develop. And following this, the Shivagiri Mutt has introduced a mobile bookstall which will now be inaugurated by our esteemed guest, Sri Narendra Modi sir.
I request the Chief Minister of Gujarat, Shri Narendra Modi sir, please inaugurate the mobile bookstall of Shivagiri Mutt Publications. Thank you, sir. As a symbol of respect, love and gratitude, the sannyasis of Shivagiri Mutt present you a memento and you may be pleased to accept it, sir. I humbly request Brahmashri Prakashananda Swamigal to present it. Next, release of video CD. Gurudeva Mahatmyam in Kathakali form, compiled by Kalimandalam Triprayag. We appreciate the artist of Kalimandalam in introducing the life of Gurudev in Kathakali form. I humbly request Honorable Chief Minister of Gujarat, Shri Narendra Modi sir, to release it. Thank you, sir.